നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ സബ്ജക്റ്റിലും ദൈവത്തിന് എന്തെങ്കിലും ഷെയർ ഉണ്ടാകണം. അച്ഛൻ പറഞ്ഞ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും അതിനകത്ത് ദൈവത്തിൻ്റെ ഷെയർ ഗ്യാരണ്ടി ചെയ്യണം. നിങ്ങൾ ഇത് 100 നിങ്ങളുടെ കാര്യമാണ് ഗ്യാരണ്ടി ചെയ്യണത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ താമസിച്ചു പോണത്. നിങ്ങൾ ദൈവത്തിൻ്റെ ഷെയർ, ഇപ്പം നിങ്ങളുടെ മകൻ അവൻ വിശുദ്ധി ജീവിക്കാൻ, മകൾ വിശുദ്ധി ജീവിക്കാൻ എന്ത് ചെയ്യണം? അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷെ നോക്കേണ്ടത് ദൈവത്തിരുസന്നിധി അവൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവന് ഓർത്തു. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് നിങ്ങൾ യാചന പ്രാർത്ഥനയാണ് നടത്തുന്നത്. അതും പറ്റത്തില്ല. പറ്റത്തില്ല, അത്രയ്ക്കേറെ ഫ്രൂട്ട് വരുത്തിയല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തോട് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന മൗലിക വികാരം നന്ദിയാണ്. ഭർത്താവിനെ തന്നതിന് നന്ദി. ഇപ്പം നമുക്ക് നിങ്ങൾ മറ്റ് ഭർത്താക്കന്മാരെ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഇടിച്ച് കാണുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ബൊമ്മകളെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഇവാലുവേറ്റ് ചെയ്യും. അത് പൊട്ടിപ്പെണ്ണുങ്ങളുടെ മെയിൻ അസുഖമാണത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചെയ്തൊരിക്കലും ഈ സന്തുഷ്ടി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, കൃപയുമായി ബന്ധപ്പെട്ട് പോണതാണ്. കല്യാണം കഴിച്ച ആൾക്കാർ, ഇപ്പം എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്കുള്ളത് എന്താണ്? സന്തുഷ്ടിയാണ്. 40-ാം കൊല്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തുഷ്ടിയാണ്. എന്നാൽ ആവശ്യത്തിന് പല രോഗങ്ങളുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു കാലഘട്ടമാണിത്. എൻ്റെ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ 25 കൊല്ലത്തോളം നല്ല ശരിക്കും അത് ഇപ്പോഴെല്ലാം വഴികളെക്കുറിച്ചെല്ലാം കർത്താവ് ഇപ്പോഴല്ലേ വ്യക്തത തന്നിരിക്കണം. പണ്ട് ഞാൻ പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഒത്തിരിയേറെ രാത്രിയും പകരം പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്രവർത്തനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് എനിക്ക് വ്യക്തത കിട്ടിയിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് ആത്മാക്കൾ വീണ്ടെടുക്കുന്നു, സുവിശേഷം പ്രചരിക്കപ്പെടുന്നു, ജനങ്ങൾ സുവിശേഷ സാക്ഷികളാകുന്നു. ഇപ്പം നമുക്കറിയാം വളരെ കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് സന്തുഷ്ടിയാണ്. തന്നെ ആധ്യാത്മിക ജീവിതത്തിലെ സന്തുഷ്ടി എന്ന് പറയണത്, അതായത് നിങ്ങൾ കൃപയെന്ന് പറയണില്ലേ? ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, അതിനുള്ള കൃപ ലഭിക്കാതെ ആർക്കും ഈ ഉപദേശം സ്വീകരിക്കുക. നമ്മളെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 19:11 തിരുകൃപ
മത്തായി 19:11. അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പല കാര്യങ്ങളും ഗ്രഹിക്കാൻ നമുക്ക് ചിലത് ബൈബിളിൽ ഒരു മുമ്പോട്ട് പോകുമ്പോൾ പ്രശ്നം ജീവിതം ചില കാര്യങ്ങൾ പ്രശ്നങ്ങളായി വരുന്നത് അത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങളായി വരണത് അതിൻ്റെ അകത്തുള്ള ദൈവഹിതം ഗ്രഹിക്കാൻ നമുക്ക് അഭിഷേകമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നമല്ല പ്രശ്നം അഭിഷേകം ഇല്ലാത്തതാണ്. ഗോട്ട് മീ? മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാതെ വരണത്. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്നറിയാമോ? മത്തായി 19:10 കണ്ടില്ലേ? എന്താ പറയണത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഇവരെന്ത് വിചാരിച്ചു? ഒരു കാര്യം പ്രശ്നമാണെങ്കിലേ അത് ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ ഒരു സമീപനം. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സമീപനമല്ല. ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ അത് ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ നിലപാട്. അപ്പോൾ ഈശോ പറഞ്ഞു അങ്ങനെ ചെയ്യാതിരിക്കണമല്ല, ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എന്ത് ചെയ്യണം? അതിനുള്ള അഡീഷണൽ ഗ്രേസ് വാങ്ങിച്ചാൽ മതിയെന്നാണ്. അതാണ് ഈശോ 19:11 പറയുന്നത്. ഈശോ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിഷയം എന്താണ്? അപ്പോൾ പ്രശ്നമല്ല പ്രശ്നം, കൃപയാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയും ജോലി ലഭിക്കാനാണ്, വീട് കിട്ടാനാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞോ? അതിന് ദൈവം ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള സമയം നിങ്ങൾക്ക് ജീവിക്കണ്ടേ അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വിസ പ്രോസസ്സിങ്, ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നൊരു സമയത്തെക്കുറിച്ച് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ രാജ്യത്തിൽ വരാൻ പോണ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. നിങ്ങൾ വിസയും പ്രോസസ്സ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ പുതിയൊരു നിയമം വന്നെങ്കിൽ കൊടുത്ത കാശും പോവും, എല്ലാം പോവും, തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കർത്താവിന് ഭൂതവും ഭാവിയും എല്ലാം അറിയാവുന്ന കാരണം നിങ്ങളുടെ ഒരു നന്മയുടെ ഒരു കാലഘട്ടം കർത്താവിനറിയാം. പക്ഷെ നിങ്ങൾക്ക് ആ കാലം അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എന്നിട്ട് നടന്നില്ലോ, താമസിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്കലാപ്പ് കൊള്ളും. ഈ അങ്കലാപ്പിൻ്റെ പാക്കേജാണ് കൃപയിൽ വരണത്. കർത്താവിൻ്റെ കാലത്തോടും മനസ്സമാധാനത്തോടെയും സന്തുഷ്ടിയോടെ ജീവിക്കാൻ വേണ്ടി ആണ് കൃപ നമുക്ക് തരണത്, അല്ലാതെ അത് കിട്ടാൻ വേണ്ടി മാത്രമല്ല. എൻ്റെ പേര് ആതിര. ഞാൻ വരുന്നത് തൃശ്ശൂർ പാവറട്ടി ഇടവകയിൽ നിന്നാണ്. എനിക്ക് അമ്മ മാതാവ് നൽകിയ ഒരു വലിയ സാക്ഷ്യം ഞാനിവിടെ പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ 10 വർഷത്തോളമായി ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നു മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാനൊക്കെ നോക്കി, ഏജൻസിയിലോട്ട് കോണ്ടാക്ട് ചെയ്തു. എല്ലാ ഏജൻസിയും പറയുന്നു നിനക്ക് ഏജ് ഓവറാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും നിനക്ക് കിട്ടില്ല, ഏജ് ഓവർ ആയുള്ളവർ എടുക്കില്ല. എനിക്ക് 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് ഉണ്ട്. 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഇയർ ഗ്യാപ്പാണ്. ഒരിക്കലും പബ്ലിക് യൂണിവേഴ്സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഞങ്ങൾക്ക് ഒരിക്കലും നിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് എല്ലാ ഏജൻസിയും എന്നെ അവോയ്ഡ് ചെയ്തു. അവരെല്ലാവരും പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാനൊരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തു. നമ്മുടെ എറണാകുളത്തുള്ളൊരു ഏജൻസിയാണ്. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും വിസ കിട്ടണം, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാരണവശാലും വിസ കിട്ടാൻ ചാൻസ് ഇല്ല. 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അതൊരു ലോങ് ഗ്യാപ്പാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ചിരുന്ന ഫീൽഡിലല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല, എന്നാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് റിക്വസ്റ്റ് കൊടുക്കാം, കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് അവർ തന്നത്. 3 യൂണിവേഴ്സിറ്റിക്കും ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. 3 യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ 2 യൂണിവേഴ്സിറ്റിയും എന്നെ 1 വീക്കിനുള്ളിൽ എന്നെ റിജക്റ്റ് ചെയ്തു.
പിന്നെ ഞങ്ങൾക്ക് പേടിയായി, ഇനി അവസാനം ഒരു യൂണിവേഴ്സിറ്റിയും കൂടി ഉള്ളൂ. അപ്പം തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ജനുവരി 8, 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കാലത്ത് 5:30 എണീറ്റ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചു. എന്നും ഞങ്ങൾ കുരിശ് വരയ്ക്കും, പ്രാർത്ഥന എത്തിക്കും. എപ്പോഴും എല്ലാ പ്രാർത്ഥനയുടെ ഇടയിലും ഞങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിക്കും. ഉപ്പ് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞാലും ഞങ്ങൾ ഉപ്പ് വായിൽ വയ്ക്കും. തേൻ എന്നും എല്ലാ ദിവസവും തേൻ കൊടുക്കും. അതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് റെഡിയാക്കണം. ഫണ്ട് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയമാണ് അവർ തന്നുള്ളൂ. അപ്പോഴേക്കും ഏജൻസി VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഫെബ്രുവരി 14 അവർ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തത്. ഈ വർഷം ഫെബ്രുവരി 14 ഞങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീണ്ടും ഫെബ്രുവരി 3 ഞാനും അമ്മയും കൂടി വീണ്ടും ഇവിടെ വന്നു. ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവേ, ഞങ്ങൾക്ക് കാശാക്കാൻ ഇതുവരെ ഒരു വഴി തെളിഞ്ഞിട്ടില്ല. ഞങ്ങൾ ലോണിനൊക്കെ കൊടുത്തു. ലോണൊന്നും ആ സമയം കൊണ്ട് സാങ്ഷൻ ആവില്ല എന്നവർ പറഞ്ഞു. പെട്ടെന്ന് തന്നെ സാങ്ഷൻ ആവുന്ന വേറെ വഴികളൊന്നും ഇല്ല. പിന്നെ ആകെയുള്ളത് നമ്മൾ കുറച്ച് ഗോൾഡ് മാത്രം വെക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും ഫണ്ട് റെഡിയാക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് ഇവിടുന്ന് മനസ്സിലിരുന്ന് പറഞ്ഞു എന്നോട്, ഫെബ്രുവരി 27 അവരോട് അപ്പോയിൻമെൻറ്റ് എടുത്ത് തരാൻ പറയും. VFS അപ്പോയിൻമെൻറ്റ് 27 എന്നുള്ള ഡേറ്റാണ് എന്നോട് പറയുന്നത് മാതാവ്. ഞാൻ അപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് ഏജൻസിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് 27 എന്ന് പറഞ്ഞ ഡേറ്റിന് മതി അപ്പോയിൻമെൻറ്റ്, 14 നോക്കണ്ട, നിങ്ങളൊരു 27 ഡേറ്റ് കിട്ടുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 27 ഡേറ്റ് ഓപ്പൺ ആയിട്ടില്ല, ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അമ്മയും ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിന് കയറിയപ്പോൾ ബസ്സിലിരുന്നപ്പോഴേക്ക് ഏജൻസി ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, 27 ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് 27 ഡേറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. ഇത്രയും പെട്ടെന്ന് തന്നെ ഡേറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഡേറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 27 ആകുമ്പോഴേക്കും ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തു. ഒരുപാട് പേരുടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തത്. ലാസ്റ്റ് കാരണം നമുക്ക് ലോൺ ചെറിയ സമയത്തിനുള്ളിൽ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഫെബ്രുവരി 25 നമ്മൾ ഫൈനലായിട്ട് എല്ലാ ഫണ്ടും കൂടി നമ്മൾ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 27 അപ്പോയിൻമെൻറ്റിന് പോണേക്കാട്ടും മുമ്പ് ഈ ഫണ്ടൊക്കെ അവിടുത്തെ അക്കൗണ്ടിൽ, ജർമ്മനിയിലെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും എംബസിയിൽ കാണിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ പ്രൂഫ്. അതില്ലെങ്കിൽ വിസ റിജക്ഷനാണ്. അപ്പോൾ നമുക്ക് 25 ഞങ്ങൾ എല്ലാ ഫണ്ട്സും കൂടി അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ബാങ്കിലുള്ളവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, CDM യൂസ് ചെയ്യും. CDM എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാശ് അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇത് വലിയ ഫണ്ട്സാണ്, നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ല, കുഴപ്പമില്ല, ഫണ്ട്സ് പെട്ടെന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ CDM യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ട്രാൻസാക്ഷൻ ടൈംഡ് ഔട്ടായി. ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങളവിടെ പോയത്. 3 മണി നേരത്തായിരുന്നു അവർക്ക് ഫൈനൽ ടൈം പറഞ്ഞ്. 3 മണി നേരമായിരുന്നു. ഞങ്ങൾ 2 മണിയാകുമ്പോഴേക്കും ഇട്ടുകൊണ്ടിരിക്കുന്ന ഫണ്ട്സ് അവിടെ ബ്ലോക്കായിപ്പോയി. CDMൽ ഫണ്ട് ബ്ലോക്കായി. ഞങ്ങൾക്ക് കാശ് എടുക്കാൻ പറ്റാണ്ടായി. പിന്നെ 3 മണി വരെ അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് കാശ് റെഡിയാക്കി എങ്ങനെയും ഇടണം. ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് എല്ലാവരും മാറി ഞങ്ങൾ വിളിച്ചു. അവർ പറഞ്ഞു 5 to 6 ബിസിനസ് ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മളെല്ലാ വഴിയും മാർഗം നോക്കിയിട്ടാണ് ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് വീണ്ടും ഫണ്ട് റെഡിയാക്കി വീണ്ടും ഫണ്ട് അറേഞ്ച് ചെയ്ത് 1 അവറിനുള്ളിൽ. അപ്പോഴേക്കും സമയം 4 മണിയായി. സാധാരണ 3 മണി വരെയുള്ള ബാങ്ക് എടുക്കുന്നത്. ആക്സെപ്റ്റൻസ് 3 മണി വരെയുള്ളൂ. 3 മണിക്കുള്ളിൽ അടച്ചാൽ മാത്രമാണ് അവിടെ ജർമ്മനിയിലെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുള്ളൂ. പിറ്റേ ദിവസം ശിവരാത്രി ആയിരുന്നു. ഫെബ്രുവരി 26 പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ അന്ന് ഫണ്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കില്ല എന്ന് ഓൾറെഡി ബാങ്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് 4 മണിക്ക് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തു. ട്രാൻസാക്ഷൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറാൻ. കാരണം 27 ഉച്ചയ്ക്ക് 1:30 എനിക്ക് VFS അപ്പോയിൻമെൻറ്റ്. ഉച്ചയ്ക്ക് 1:30 VFS അപ്പോയിൻമെൻറ്റിൽ കയറുമ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ജർമ്മനിയിലെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം. അത് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. 1:30 ആയിട്ടും എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഞാൻ കയറിയിട്ട് എൻ്റെ
അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും വണ്ടിയിലിരുന്ന് മാറി മാറി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും മാറി മാറി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്നു. ഒരു കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും കൊന്തയും VFSലെ ഡോക്യുമെൻറ്റ്സിലും എല്ലാത്തിലും ഞങ്ങൾ ഉപ്പിട്ടു. എല്ലാത്തിലും മാറി മാറി ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് അങ്ങ് പറഞ്ഞ ഡേറ്റിനാണ് ഞങ്ങൾ VFS അപ്പോയിൻമെൻ്റ് എടുത്തത് 27. ഇതുവരെയായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കാശ് അടച്ചു, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇത് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്ഷനാണ്. ഏജൻസി പറഞ്ഞു നിങ്ങൾ പോകണ്ട, 1.5 ആയി സമയം, നിങ്ങൾ പോകണ്ട, നിങ്ങൾ വെറുതെ VFSൻ്റെ കാശ് കളയാൻ വേണ്ടിയാണ് പോകുന്നത്. ഒന്നാമത്തത് നിങ്ങൾക്ക് ഏജ് ഓവറാണ്, പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. ഈ ഫിനാൻഷ്യൽ പ്രൂഫ് ഇല്ലാത്ത ഒരു ഇതും എംബസി അക്സെപ്റ്റ് ചെയ്യില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് VFSൻ്റെ. അതവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ 1:30 അവിടെ കയറി, അവർ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. 1:45 ആയപ്പോഴാണ് എൻ്റെ ടോക്കൺ വിളിച്ചത്. 1:45 ആയപ്പോൾ ഞാൻ ടോക്കണിൻ്റെ എൻ്റെ കൗണ്ടറിലോട്ട് കയറി. അവർക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് എടുത്ത് പ്രിൻ്റ് ഔട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അപ്പം തന്നെ ഞങ്ങളത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൗണ്ടറിലിരിക്കുന്ന ആളോട് പറഞ്ഞു, ഒരു സെക്കൻഡ് ഞങ്ങളിപ്പോൾ പോയി പ്രിൻ്റ് എടുത്ത് വരാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ 1 വീക്കിനുള്ളിൽ എനിക്ക് വിസ അപ്രൂവൽ കിട്ടി. എല്ലാവരും പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾക്ക് വിസ കിട്ടില്ല, റിജക്റ്റ് ആവുള്ളൂ, ഇയർ ഗ്യാപ്പ് പ്രശ്നം, ഏജ് ഓവറായി, എല്ലാം കാരണം കൊണ്ട് എനിക്ക് വിസ റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞവർ എനിക്ക് വിസ കിട്ടി. 1 വീക്കിനുള്ളിലാണ് എനിക്ക് വിസ കിട്ടിയത്. ഇപ്പോൾ മാർച്ച് 25 ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്. പിന്നെ എനിക്ക് അടുത്ത സെക്ഷനിൽ എനിക്ക് അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുക അക്കോമഡേഷൻ റെഡി ആവാൻ വേണ്ടി. എല്ലാ ദിവസവും കാലത്ത് എണീറ്റിരുന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിക്കും. അക്കോമഡേഷൻ ആവാതിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അക്കോമഡേഷനായി, കൂടെയുള്ളവർക്കൊക്കെ നേരത്തെ അവർ പ്രിപ്പയർ ചെയ്തു. കാരണം അവർക്ക് ഉറപ്പായിരുന്നു വിസ കിട്ടുമെന്ന്. എനിക്ക് എൻ്റെ കൺസിഡറേഷനിൽ കിടക്കുന്ന കാരണം എനിക്ക് ഉറപ്പില്ല എൻ്റെ വിസ കിട്ടുമില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ കൺഫേംഡ് ആയിട്ട് ഒരു അക്കോമഡേഷൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അക്കോമഡേഷൻ കിട്ടുമോ എന്നുള്ളൊരു പേടി തന്നെയായിരുന്നു. 1 വീക്കായി, ഇന്ന് നമുക്ക് കുറച്ച് ഡേയ്സും കൂടി ഉള്ളൂ. ഇന്നലെ എനിക്ക് ഫൈനൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ആർക്കും കിട്ടാത്തതാണ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ. എനിക്ക് ഇന്നലെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഇമെയിൽ വന്നു, യു ഹാവ് കൺഫേംഡ് യുവർ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ വന്നു. എൻ്റെ കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്തു. എൻ്റെ അക്കോമഡേഷൻ ഇപ്പോൾ എനിക്ക് അവിടെ സ്റ്റേബിളാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു 2019. ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് കുട്ടികളുണ്ടായത്. 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടായത്. അന്നൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റിൽ വെച്ചിട്ട് കുരിശ് വരയ്ക്കും, എന്നും കുരിശ് വരയ്ക്കും. അങ്ങനെ ഞാൻ കൺസീവായി. പിന്നെ എല്ലാ സ്കാനിങ്ങിനും ഞങ്ങൾ ഉടമ്പടി തൈലം യൂസ് ചെയ്യും. എല്ലാ സ്കാനിങ്ങിൽ പോകുമ്പോൾ കാശുരൂപം തൈലം യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കാനിങ്ങിന് കയറുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ അവന് 1 ഇയർ ആയി, 1 വയസ്സാണ് ഈ ഏപ്രിലിൽ. അപ്പോൾ അത് ഇത്രയും വലിയ സാക്ഷ്യം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് പറഞ്ഞ മോസ്റ്റ്ലി എല്ലാ വെനസ്ഡേയ്സും ഞങ്ങൾ ഫുഡ് കൊടുക്കും. ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും, പാർസലും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്, അമ്മ കൃപാസന മാതാവിൻ്റെ. അത് ഞങ്ങൾ എല്ലാ ഗ്രൂപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ചെറിയ എമൗണ്ടിൽ ഞങ്ങൾ കാശ് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും. പിന്നെ ഇവിടുന്ന് എപ്പോൾ വന്നാലും ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് അറിയാവുന്ന വീടുകളിൽ കൊടുക്കും. പോകുന്ന വഴിയിലൊക്കെ എല്ലാവർക്കും കൊടുക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പരിശുദ്ധ തിരുവൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷെറ്റി. ഞാൻ കുവൈറ്റിലാണ്. കുവൈറ്റ് സെൻറ്റ് ഡാനിയൽ കമ്പോണിയൽ ഇടവകാംഗമാണ്. ഇവിടെ നാട്ടിൽ പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയം. ഞാൻ 13 വർഷമായിട്ട് കുവൈറ്റിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ MOH അണ്ടർ കോൺട്രാക്റ്റ് ബേസിൽ സ്റ്റാഫ് നേഴ്സായിട്ട് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. 13 വർഷത്തിന് ശേഷം ഞങ്ങളുടെ കോൺട്രാക്റ്റ് ഫിനിഷായി. അത് എല്ലാ വർഷവും ഇങ്ങനെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ ഇത് 13ാമത്തെ വർഷം, ഇനി ഏജ് ഓവറായി, ഇനി കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല എന്ന് കമ്പനി പറയുകയുണ്ടായി. അങ്ങനെ എൻ്റെ ജോലി നഷ്ടമായി. അപ്പോൾ എനിക്ക് യാതൊരു വിഷമവും ഇല്ലായിരുന്നു. കാരണം ഫാമിലി വിസയിലാക്കാം, അത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറാം എന്നുള്ളതായിരുന്നു.
ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചു. എന്നാൽ 2 വർഷം ഞാൻ ജോലിക്ക് നോക്കി. എല്ലാ പ്രൈവറ്റ് ഒത്തിരി ക്ലിനിക്കുകളിൽ ജോലി അന്വേഷിച്ചു, നേഴ്സിംഗ് ഹോമുകൾ അന്വേഷിച്ചു. പക്ഷെങ്കിൽ അവരൊക്കെ ജോലി തരാൻ സന്നദ്ധരായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസൊക്കെ കണ്ടിട്ട് അവർ ജോലി ചെയ്യാൻ എഗ്രി ചെയ്തു, നല്ല സാലറിയും പറഞ്ഞു. പക്ഷെങ്കിൽ എൻ്റെ ലൈസൻസ് കണ്ടിട്ട് അവരെല്ലാവരും എന്നെ ഒന്നെങ്കിൽ അപ്പോൾ തന്നെ പറയും, അല്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് പറയും ഈ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയില്ല. കാരണം MOHൻ്റെ ലൈസൻസ് അവർക്ക് പ്രൈവറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് പുതിയൊരു ലൈസൻസ് വീണ്ടും എഴുതിയെടുക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിരുന്നു. ഞാൻ 20 years ബാക്കിൽ ഇതുപോലെ വന്ന് വിസിറ്റിംഗ് വിസയിൽ പോയി, ഹസ്ബൻഡ് വിസയിൽ പോയി 2 തവണ ആ ലൈസൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഫെയിലാവുകയാണ് ചെയ്തത്. പിന്നെ ഇത്രയും വർഷം പിന്നിട്ടു. ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എക്സാം എഴുതി പാസ്സാകാൻ എനിക്ക് ഒരു അത്ര കഴിവ് ഉള്ള വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു. 2 വർഷമായിട്ട് ജോലി കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണ്. ചേച്ചി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഓൺലൈൻ ഉടമ്പടി എടുക്കുക. ചേച്ചി അതിൻ്റെ രീതികളെല്ലാം എന്നോട് പറഞ്ഞു തന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതായത് 2022 നവംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആ നവംബറിൽ ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസങ്ങൾക്കകമായിട്ട് തന്നെ എനിക്ക് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ജോലി കിട്ടി. അതൊരു പാർട്ട് ടൈം ജോലി പോലെയായിരുന്നു, 4 hours ആയിരുന്നു. ആ ജോലി 1 year ഞാനവിടെ ചെയ്തു. 1 year ചെയ്തു. എനിക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടുന്ന് ആ ജോലി എനിക്ക് നഷ്ടമായി. അപ്പോൾ 2020 പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി പുതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. 2023 ഒക്ടോബർ 31 ആയപ്പോൾ എനിക്ക് ആ ജോലി തീർന്നു. നവംബർ 6 എനിക്ക് ഒരു നൈറ്റിൽ ഒരു 11:45 ആയപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റി. ആ ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം തന്നെ മോർണിംഗിൽ എനിക്കൊരു കോള് വരികയാണ്. ഞാനൊരു ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിലേക്ക്, ഒരു ബ്രിട്ടീഷ് സ്കൂളിലേക്ക്. അവിടുത്തെ HR എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 7 മണി സമയത്ത് വിളിച്ചു, നീ 8:30 ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല. എങ്കിലും അവർ പറഞ്ഞു, കുഴപ്പമില്ല, നീ മാക്സിമം ട്രൈ ചെയ്യുക. ഞാൻ 1/2 hour ലേറ്റായി അവിടെ ചെന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ബ്രിട്ടീഷുകാരാണ്. ഞാനവിടെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം സംസാരിക്കുമെങ്കിലും ആ ബ്രിട്ടീഷുകാരുടെ ലാംഗ്വേജ് ഒന്നും അത്ര പോരാ, നമുക്ക് അത്ര മനസ്സിലാകില്ലായിരുന്നു. എങ്കിലും ആ പ്രിൻസിപ്പാൾ എന്നോട് ഒന്നും പറഞ്ഞില്ല. ആ പുള്ളി എന്നോട് പറഞ്ഞു, ഓക്കെ, ആ നേഴ്സിങ്ങിൻ്റെ അടുത്ത അവിടെ ഒരു നേഴ്സും കൂടെ ഉണ്ട്, അവരുടെ ഓഫീസിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം, നിനക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. യൂണിഫോം പോലും ഇല്ലാതെ അവരെന്നെ അന്ന് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു. അത് ഓൺലൈൻ ഉടമ്പടി പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അന്ന് മുതൽ എനിക്ക് സാലറി ഇങ്ങോട്ട് കിട്ടി. പിന്നെ എൻ്റെ ലൈസൻസ് ഒരു പ്രശ്നമായി തന്നെ കിടക്കുകയാണല്ലോ. HR എൻ്റെ ലൈസൻസ് കണ്ടിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഇത് ഷോർട്ട് എക്സ്പയറിയാണ്. എൻ്റെ എക്സ്പയറി ഓൾറെഡി കഴിഞ്ഞത് 2022 മാർച്ചിൽ ഓൾറെഡി എക്സ്പയറി ആയതായിരുന്നു. അതിനെ വെച്ച് നമുക്ക് എങ്ങും ഒരിടത്തും ചെന്ന് ഒരു അപ്ലൈ ചെയ്യാൻ സാധ്യമായിരുന്നില്ല. ആരും അത് അക്സെപ്റ്റ് ചെയ്യുകയുമില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി, മാതാവേ, ഇതിനി ഇവരെന്നോട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അവർ ചോദിച്ചാൽ അവരോട് മറുപടി പറയാനും എനിക്കൊന്നുമില്ല. ഇത് എൻ്റെ മെറിറ്റിൽ ഇനി എനിക്കൊന്നും പറ്റില്ല. അപ്പോഴാണ് ജോസഫ് അച്ഛൻ ഇവിടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റുകളും എക്സ്പയറി ആയ ലൈസൻസിൻ്റെ ഒരു കോപ്പിയും എടുത്തു വെച്ച് ഞാൻ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതി ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഉടമ്പടി അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ഇവിടുത്തെ 5:30 സമയം, അവിടുത്തെ 3 മണി സമയമാണ്. ഞാനപ്പോൾ എഴുന്നേറ്റ് ആ സമയത്ത് അതിനു മുമ്പ് കുളിച്ച് റെഡിയായി ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ മാതാവ് ഒരു തവണ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. മാതാവ്, ഞാൻ 3 മണിയായി, ഞാൻ എഴുന്നേറ്റില്ല. അപ്പോൾ എൻ്റെ തലയ്ക്കിട്ട് എനിക്കൊരൊറ്റ അടി കിട്ടി, ശക്തമായ അടി. പക്ഷെങ്കിൽ അതൊരു പഞ്ഞിക്കൊട്ടും കൊണ്ട് അടിക്കുന്നത് പോലെ അതേ അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. പിന്നെ അതിനുശേഷം എൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിൽ ആകെ പിന്നെ ഞാനൊന്നും അവരോട് ചോദിക്കുന്നില്ല. കാരണം എത്ര നാളേലും ജോലി അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ, ലൈസൻസ് കാരണം ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഞാൻ വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ബൈബിൾ എടുത്ത് വിഷമിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്തപ്പം എനിക്ക് ഒരു വചനം കിട്ടി. യോഹന്നാൻ 11-ാം അധ്യായം
40-ാം വാക്യം. ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. മത്തായിയോട് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്. ആ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ബൈബിൾ ഭാഗം ഞാൻ ഡെയിലി എന്നും വായിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ ബൈബിൾ ഒന്നും അധികം വായിക്കുന്ന വ്യക്തിയായിരുന്നില്ല. ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ആണെങ്കിൽ ഒരു പാരഗ്രാഫ്, അത് ഏറ്റവും ചെറിയ പാരഗ്രാഫ് നോക്കി വായിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു, അതും എന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ബൈബിള് ഒരു തവണ കംപ്ലീറ്റ്ലി വായിച്ചു തീർത്തു. വീണ്ടും ഞാനിപ്പോൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഡാനിയേൽ അച്ഛൻ്റെ ബൈബിളും എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാതാവ് അതിനൊക്കെ അവസരം ഒരുക്കി തന്നു. പിന്നെ ജപമാലകൾ ഇഷ്ടം പോലെ ചെല്ലുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ഇപ്പോൾ ഇഷ്ടം പോലെ ടൈം എനിക്ക് കിട്ടുന്നുണ്ട്. ഈ സ്കൂളിലത്തെ ജോലി ആയതുകൊണ്ട് ഞാൻ എന്നും സ്കൂളിൽ ഓഫീസിൽ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവിടെ പിന്നെ മാതാവ്, എനിക്ക് അവിടെ കുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ ഒരു ജപമാല കൂട്ടായ്മയുണ്ട്. ആ ജപമാല കൂട്ടായ്മയിൽ ഞാൻ പോകാൻ തുടങ്ങി. അവിടെ നമുക്ക് ചെന്ന് കഴിയുമ്പം ഈ ജപമാലയും ഒരു കാശുരൂപവും കിട്ടി. ആ കാശുരൂപവും ജപമാലയും വെച്ച് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഞാനത് ലൈസൻസ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അത് ബോർഡിൽ അത് സ്ഥാപിച്ച് വെക്കണം. അല്ലെങ്കിൽ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളെ അവർ കേസാക്കും, അവർ കൊണ്ടുപോകും. പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ജപമാലയും ഈ കാശുരൂപവും അവിടെ ആ ബോർഡിൽ വെച്ച് പ്രാർത്ഥിക്കും. മാതാവേ, എനിക്കും ഇതുപോലെ എൻ്റെ ഒരു ലൈസൻസ് ഇവിടെ വെക്കാനായിട്ട് എനിക്ക് അവസരം തരുമോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു കരഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇഷ്ടം പോലെ ജപമാലയുള്ളൂ, ബൈബിളും വായിക്കും. എനിക്ക് അവസരമുണ്ട്. സ്കൂളിലെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട്. കൺസൾട്ടേഷൻ പോലെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുന്നു. ലാസ്റ്റ് എൻ്റെ സ്കൂളിനോ അവധിയാകാറായി. അപ്പോൾ HR എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ ലൈസൻസിൻ്റെ കാര്യം എന്തായി? എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ അവരെന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ മാതാവേ അമ്മ തന്നെ എന്തെങ്കിലും മറുപടി പറഞ്ഞേക്കണേ. എന്നിട്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു, ഓക്കെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നിൻ്റെ ലൈസൻസിൻ്റെ കാര്യം പ്രോസസ്സ് ചെയ്യുകയാണ്. എന്നോടൊന്നും പിന്നെ ചോദിക്കാതെ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം അവർ ലൈസൻസ് ഓഫീസിലോ എവിടെയൊക്കെ പോയി അതെല്ലാം ശരിയാക്കി. ഇപ്പോൾ ലീവ് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം എന്നോട് HR വിളിച്ചിട്ട് മെസ്സേജ് എൻ്റെ എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം തന്നെ ലൈസൻസ് ട്രാൻസ്ഫർ ആകുമായിരിക്കും, കാരണം ഞങ്ങൾ ലാസ്റ്റ് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ ലൈസൻസ് ട്രാൻസ്ഫറായി. ഓട്ടോമാറ്റിക്കലി ആ ഇൻ്റർനാഷണൽ IAK എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രിട്ടീഷ് സ്കൂളിലേക്ക് എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫറായി. അതേപോലെ എൻ്റെ അതേ സാഹചര്യത്തിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് ഈ ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിട്ട് ആർക്കും നടന്നിട്ടില്ല. അവരൊക്കെ വീണ്ടും എക്സാം എഴുതിയെടുത്ത് കുറേ പേര് വേറെ കൺട്രികളിലേക്ക് പോയി. എനിക്ക് എക്സാം എഴുതിയെടുക്കാനോ വേറെ കൺട്രികളിൽ പോകാനോ ഒന്നും സാധ്യമായിരുന്നില്ല. അതിനൊരു മെറിറ്റുമില്ലായിരുന്നു. മാതാവ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം വാങ്ങിച്ചു തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ നല്ല ഫുഡുകൾ, ബിരിയാണി പോലുള്ള ഫുഡുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ ആ ക്ലിനിക്കുകളിലെ ക്ലീനേഴ്സിന് ഒക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജപമാല കൂട്ടായ്മ ഈ മാതാവിൻ്റെ ഫോട്ടോയും ബാക്ക് സൈഡിൽ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമായിട്ടുള്ള ഒരു ഫോട്ടോ ഇത് തരുമായിരുന്നു. അത് ഞാനിവിടെ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ കാണുന്ന മലയാളികളാണെങ്കിൽ മലയാളി, അല്ലെ ശ്രീലങ്കനോ ആരെങ്കിലും ഫിലിപ്പീൻസോ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഞാൻ ഈ മാതാവിനെ പറ്റി സംസാരിക്കും. വിശ്വാസം ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം അവർക്ക് സന്തോഷമാവും. അപ്പോൾ അവർ ആ ഫോട്ടോയും ഇതുമെല്ലാം വാങ്ങിക്കും. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.